Hi friends, once again welcome back to our class. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ അക്കാഡമിക് റൈറ്റിംഗ്സിൻ്റെ 7th യൂണിറ്റ്, ദറ്റ് ഈസ് റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ പർപ്പസസ് ഫസ്റ്റ് പാർട്ട് എന്നുള്ള ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഈ 7th യൂണിറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് 8th യൂണിറ്റ് നിങ്ങൾക്ക് ഈ ബുക്കിൽ വരുന്നത്, റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ പർപ്പസസ് സെക്കൻഡ് പാർട്ട്. And we will be discussed it on the another session. ഈ യൂണിറ്റിൽ മെയിനായിട്ട് നിങ്ങൾക്ക് 4 കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഈസ് അബൌട്ട് റിവ്യൂസ്, സെക്കൻഡ് ഈസ് അബൌട്ട് കേസ് സ്റ്റഡീസ്, തേർഡ് ഈസ് അബൌട്ട് റിപ്പോർട്ട് ആൻഡ് ലാസ്റ്റ് ഈസ് അബൌട്ട് സർവേസ്. ഇങ്ങനെ 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് യെസ്, ഈ യൂണിറ്റിനെ 2 സെഷൻസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് സെഷൻ. ആൻഡ് ഇൻ ദിസ് സെഷൻ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് റിവ്യൂസ് ആൻഡ് കേസ് സ്റ്റഡീസ്. ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം റിവ്യൂ. എന്താണ് റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് എ റിവ്യൂ? വെൻ ആർ യു ആസ്ക്ഡ് ടു ഡു എ റിവ്യൂ? എപ്പോഴാണ് ഒരു റിവ്യൂ എഴുതാൻ നിങ്ങളോട് ആവശ്യപ്പെടാറുള്ളത്? ആക്ച്വലി റിവ്യൂ ഇസ് എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് എ ബുക്ക്, പ്ലേ, ആർട്ട് എക്സിബിഷൻ, ഫിലിം, പ്രോഡക്റ്റ് ഓർ സർവീസ്. എന്താണ് റിവ്യൂ? ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ചോ, ഒരു പ്ലേ, ആർട്ട് എക്സിബിഷൻ, ഫിലിം, പ്രോഡക്റ്റ്, സർവീസ്, ഇങ്ങനെ എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുന്നതിനെയാണ് റിവ്യൂ എന്ന് പറയുന്നത്. ക്രിറ്റിക്കലി അനാലിസിസ് എന്ന് പറയുമ്പോൾ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ആ ഒരു ബുക്കിനെക്കുറിച്ചോ, ഒരു ഫിലിമിനെക്കുറിച്ചോ, ഒരു പ്രോഡക്റ്റിനെക്കുറിച്ചോ നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ച് അതിൻ്റെ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സിനെ കുറിച്ച് പഠിക്കുന്നു. നന്നായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ വ്യൂ പോയിൻ്റ് വെച്ച് ക്രിറ്റിക്കലി അതിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിവ്യൂ എന്ന് പറയുന്നത്. റൈറ്റ്. വരുന്നത് വെൻ യു വർക്ക് ഫോർ എ കമ്പനി ഓർ എ ഫേം, യു മേ ബി ആസ്ക്ഡ് ടു റീഡ് ത്രൂ എ ഗിവൺ മെറ്റീരിയൽ ആൻഡ് ടു പ്രൊവൈഡ് എ ക്രിറ്റിക്കൽ ഇവാലുവേഷൻ. മറ്റൊരു സിറ്റുവേഷൻ, യു മേ ഓൾസോ ബി ആസ്ക്ഡ് to evaluate films, plays, exhibition or a product so that you can do it easily once you reach there. Right. നിങ്ങൾക്കറിയാം, ന്യൂസ് പേപ്പേഴ്സിലൊക്കെ യൂഷ്വലി ഒരു പേജ് ഉണ്ടാവാറുണ്ട് റിലേറ്റഡ് ടു എൻ്റർടൈൻമെൻറ്റ്. ആൻഡ് യു നോ വിച്ച് ഇസ് നോട്ട് ഓൺലി ലിസ്റ്റ് ഇസ് വാട്ട് ഈസ് കറൻ്റ്ലി ഓൺ ബട്ട് കണ്ടെയ്ൻസ് റിവ്യൂസ് ആസ് വെൽ. ആ പേജിൽ നമുക്ക് റിവ്യൂസ് കാണാൻ പറ്റും. നമ്മൾ റെഗുലർലി ഈ പേജസ് പഠിക്കുവാണെങ്കിൽ വൺ പേഴ്സൺ ഈസ് ഏബിൾ ടു ഇൻഫോംഡ് ആൻഡ് ഗൈഡഡ് ആസ് ദ ലെവൽ ആൻഡ് ക്വാളിറ്റി ഓഫ് ദി എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള റിവ്യൂസ് ഓരോ ദിവസവും അന്നന്നത്തെ പ്രാധാന്യമുള്ള റിവ്യൂസ് ആയിരിക്കും വരുന്നത്. അത് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു ഇൻഫോംഡ് ആൻഡ് ഗൈഡഡ് ആസ് ദ ലെവൽ ആൻഡ് ക്വാളിറ്റി ഓഫ് ദി എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദ റിവ്യൂ ഈസ് ഓഫൻ ക്രിയേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഇറ്റ് സെൽഫ്. ആൻഡ് യു നോ ഇറ്റ് ക്വൈറ്റ് ഓഫൻ മിറേഴ്സ് ദ ഏജ് ആൻഡ് ഹെൽപ്സ് ദ റീഡർ ടു ഗെയിൻ പെർസ്പെക്റ്റീവ് ഓൺ ഹിസ് പീരീഡ് ഇൻ ഹിസ്റ്ററി. യു നോ ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ആസ് ദ മിറേഴ്സ് ഓഫ് ദി ഏജ്. ഞാൻ പറഞ്ഞു, ഓരോ ദിവസവും അതാത് ദിവസത്തെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവ്യൂസാണ് പേപ്പേഴ്സിലൊക്കെ വരാറുള്ളത്. And you know it will reflect as it will act as mirrors of the age. ഓരോ കാലഘട്ടത്തിലെ മിറേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് റിവ്യൂസ്. ആൻഡ് യു നോ ഇറ്റ് വിൽ ഹെൽപ്സ് ദ റീഡർ ടു ഗെയിൻ പെർസ്പെക്റ്റീവ് ഓൺ ഹിസ് പീരീഡ് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്ററിയിലെ ഓരോ കാലഘട്ടം അതാത് പീരീഡിനെ പെർസ്പെക്റ്റീവ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ റീഡറിന് ഹെൽപ്ഫുൾ ആയിരിക്കും എപ്പോഴും റിവ്യൂസ്. ഓക്കെ. In short, we can say that a review is a critical analysis of a book, play, art exhibition, film, product or service.
ഡിഫറെൻറ്റ് തിങ്സിനെ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത്, അങ്ങനെ റിവ്യൂ ചെയ്യുമ്പോഴുണ്ടാവുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിവ്യൂവിങ് എ ബുക്ക്. ഞാൻ പറഞ്ഞു, ഒരു ബുക്കിനെയോ ഒരു തിങ്ങിനെയോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെയോ ഫിലിമിനെയോ ആർട്ട് എക്സിബിഷനെയോ ഒക്കെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുന്നതിന് നമുക്ക് റിവ്യൂ എന്ന് പറയാം, റിവ്യൂസ് എന്ന് പറയാം. ആൻഡ് ഫസ്റ്റ് വൺ, എങ്ങനെയാണ് നമ്മളൊരു ബുക്കിനെ റിവ്യൂ ചെയ്യുന്നത്? റിവ്യൂവിങ് എ ബുക്ക്. ആക്ച്വലി റൈറ്റിംഗ് എ ബുക്ക് റിവ്യൂ ഗിവ്സ് എ സ്റ്റുഡൻറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ക്രിറ്റിക്കലി എക്സാമിൻ എ ടോപ്പിക് ഇൻ ഡീറ്റെയിൽ. ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടോപ്പിക്കിനെ ഡീറ്റെയിൽ ആയിട്ട് ക്രിറ്റിക്കലി എക്സാമിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ബുക്ക് റിവ്യൂ ചെയ്യുമ്പോഴുണ്ടാവുന്നത്. ആൻഡ് നമ്മൾ ബുക്കിനെ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം? റീഡ് ദ ബുക്ക് കെയർഫുള്ളി, റൈറ്റ് ഡൗൺ യുവർ ഇംപ്രഷൻസ്, റിസർച്ച് ദ ഓഥർ ആൻഡ് ഹിസ് അതർ വർക്ക്സ്. ഇതൊക്കെ ചെയ്തതിന് ശേഷം റൈറ്റ് ദ റിവ്യൂ. റിവ്യൂ ചെയ്യുമ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്സാണ്: സ്റ്റാർട്ട് വിത്ത് an arresting introduction, state the theme of the work, describe the period, the characters, the action, comment on the style or presentation. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റിവ്യൂ എഴുതുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, തീം, ആ വർക്കിൻ്റെ തീം നിങ്ങൾ നന്നായിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഡിസ്ക്രൈബ് ദ പീരീഡ്, ക്യാരക്ടേഴ്സ് ആൻഡ് ദ ആക്ഷൻ, ഇതിനെയൊക്കെ നിങ്ങൾ നന്നായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. കമൻറ്റ് ഓൺ ദ സ്റ്റൈൽ ഓർ പ്രസൻറ്റേഷൻ, നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ, ആ ബുക്കിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ, ബുക്കിൻ്റെ എഴുതിയ രീതികൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ കമൻറ്റ്സ് കൊടുത്തിരിക്കണം. ആക്ച്വലി ദ റിവ്യൂ ഈസ് എ റിപ്പോർട്ട് ആൻഡ് ഇറ്റ് വിൽ ഹാവ് ആൻ ഇൻട്രൊഡക്ഷൻ, എ ലോജിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കണ്ടൻറ്റ്, യുവർ ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ ആൻഡ് റെക്കമെൻഡേഷൻ. ഒരു റിപ്പോർട്ടിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിവ്യൂവിനെ ആക്ച്വലി റിപ്പോർട്ട് എന്ന് വിളിക്കാം. ആൻഡ് യു നോ യുവർ ഓൺ സ്റ്റൈൽ ഷുഡ് ബി ഡിറക്റ്റ് ആൻഡ് പേഴ്സണൽ ആൻഡ് യുവർ മെയിൻ പർപ്പസ് ഇസ് ടു പ്രൊവൈഡ് എ ക്ലിയർ അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദി വർക്ക്. ഒരു ബുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, യുവർ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് എ ക്ലിയർ അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദി വർക്ക് എന്നുള്ളതാണ്. ആൻഡ് വെൻ യു റൈറ്റ്, മേക്ക് ഷുവർ യു ഹാവ് സം പോയിൻറ്റ്സ് ലൈക്ക് ദ ടൈറ്റിൽ, ദ ഓഥേഴ്സ്, ദ പബ്ലിഷർ, the publication date, the format, the price and the number of the pages. ഇതെല്ലാം നിങ്ങളുടെ റിവ്യൂവിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം. ദിസ് ഈസ് ഓൾ അബൌട്ട് റിവ്യൂവിങ് എ ബുക്ക്. മനസ്സിലായെന്ന് കരുതുന്നു. റൈറ്റിംഗ് എ ബുക്ക് റിവ്യൂ ഗിവ്സ് എ സ്റ്റുഡൻറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ക്രിറ്റിക്കലി എക്സാമിൻ എ ടോപ്പിക് ഇൻ ഡീറ്റെയിൽ. റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് read the book carefully, write down your impressions, research the author and his other works. ഇതിനെക്കുറിച്ചെല്ലാം ഒരു ബോധം ഉണ്ടായിരിക്കണം. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ റൈറ്റ് ദ റിവ്യൂ. എങ്ങനെയാണ് എഴുതുന്നത്? സ്റ്റാർട്ട് വിത്ത് ആൻ അറസ്റ്റിംഗ് ഇൻട്രൊഡക്ഷൻ, സ്റ്റേറ്റ് ദ തീം ഓഫ് ദി വർക്ക്, ഡിസ്ക്രൈബ് ദ പീരീഡ്, ദ ക്യാരക്ടേഴ്സ് ആൻഡ് ദ ആക്ഷൻ, കമൻറ്റ് ഓൺ ദ പ്രസൻറ്റേഷൻ. പിന്നെ നിങ്ങൾ ബുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ടൈറ്റിലുണ്ടെന്നും ഉറപ്പുവരുത്തണം. ഓത്തർ അല്ലെങ്കിൽ ഓത്തേഴ്സിൻ്റെ നെയിംസ്, പബ്ലിഷർ, പബ്ലിക്കേഷൻ ഡേറ്റ്, ദ ഫോമാറ്റ്, ദ പ്രൈസ്, ദ നമ്പർ ഓഫ് ദി പേജസ്, ഇതെല്ലാം നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് റിവ്യൂവിങ് എ ബുക്ക്. റിവ്യൂവിങ് എ മൂവി. You know, writing reviews of movies has become very common now. Many people post reviews on social media and on websites. A lot of theatre-going people read these reviews and decide whether they should go for a particular movie or not. ഇങ്ങനെയുള്ള റിവ്യൂസ് നോക്കിയിട്ടാണ് തിയേറ്ററിൽ പോകണോ, കാണണോ, എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ വേസ്റ്റ് ആവോ, ഇല്ലെങ്കിൽ വേർത്ത്ഫുൾ ആവോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇത്തരം റിവ്യൂസ് നോക്കിയിട്ടാണ്. Movie reviews, like book reports, help students develop a critical opinion, obviously.
While analyzing different aspects of the movie you are watching, you learn how to think critically, deduce everything, and find meaning even in the seemingly meaningless things. നിങ്ങളൊരു മൂവി റിവ്യൂ ചെയ്യുമ്പോൾ, ലൈക്ക് ബുക്ക് റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ നിങ്ങൾ മൂവി റിവ്യൂ ചെയ്യുമ്പോൾ ഒരു ക്രിറ്റിക്കൽ ഒപ്പീനിയൻ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് നിങ്ങൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാം, എങ്ങനെ കാര്യങ്ങളെ ഡെഡ്യൂസ് ചെയ്തിട്ട് പറയാം, മീനിങ്ലെസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മീനിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ ക്രിറ്റിക്കൽ തിങ്കിങ്ങിന് ചിലപ്പോൾ സാധിക്കും. ആൻഡ് the more you develop your critical opinion, the more you appreciate movie industry. The more you develop your critical opinion, the more you appreciate movie industry. And writing film reviews will sharpen your vocabulary skills, ability to pay attention to detail, critical thinking, and many writing skills. And it is necessary to put your opinion about the movie into a well-crafted paper. ഇങ്ങനെയുള്ള ഫിലിം റിവ്യൂസ് എഴുതുമ്പോൾ നിങ്ങളുടെ വൊക്കാബുലറി സ്കിൽസിനെ ഷാർപ്പൻ ചെയ്യാൻ കഴിയും. ഡീറ്റെയിൽസിലേക്ക് നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുപോകാനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കും. ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാൻ, അനലൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വന്നിരിക്കും. നമുക്കറിയാം, സോഷ്യൽ മീഡിയാസിലൊക്കെ ഇന്ന് ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് മൂവി റിവ്യൂസ്. നമ്മൾ മലയാളം ഇൻഡസ്ട്രി അല്ലാതെ തന്നെ സോ മെനി അതർ ഇൻഡസ്ട്രീസ് ഫിലിംസിനെയൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ റിവ്യൂസ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണാറുണ്ട്, അറിയാറുണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ബുക്ക് റിവ്യൂവിൻ്റെ പറഞ്ഞതുപോലെ തന്നെ there are some standard elements that every review should contain, and they are: first one, the title of the film. Always name the movie you have watched in the introductory paragraph. ഇൻട്രോഡക്ഷനിൽ നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഫിലിമിൻ്റെ ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സമ്മറി. Of course, the whole point of the review is to summarize the movie for people who haven't watched it yet. ഇതുവരെ കാണാത്ത ആളുകൾക്ക് വേണ്ടി അതിൻ്റെ സമ്മറി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണല്ലോ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ആസ് എ റിവ്യൂവർ, your job is to explain what happened in the film and express whether the filmmaker failed or succeed. ആ ഫിലിം മേക്കർ അവർ ഉദ്ദേശിച്ച പോയിൻറ്റ്സ് ഓഡിയൻസിൻ്റെ അടുക്കൽ എത്തിക്കുന്നതിൽ നിന്ന് ഫെയിലാണോ സക്സസ് ആണോ എന്നൊക്കെ നിങ്ങളതിൽ മെൻഷൻ ചെയ്തിരിക്കണം. Your opinion has to be supported by specific reasons and examples from the film itself. നിങ്ങളുടെ ഒപ്പീനിയൻസ് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ്, സ്പെസിഫിക് റീസൺസ് ഒക്കെ ആ ഫിലിമിൽ നിന്ന് തന്നെ നിങ്ങൾ എടുത്തു കാണിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡയറക്ടർ. ഇറ്റ്സ് ഓൾവേസ് യൂസ്ഫുൾ ടു ഡു എ ലിറ്റിൽ റിസർച്ച് ഓൺ ദ പേഴ്സൺ ഹൂ ഡയറക്റ്റഡ് ദ പീസ്. എപ്പോഴും നിങ്ങൾ ഒരു ഫിലിം റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടറെക്കുറിച്ച് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഈസ് ദാറ്റ് പേഴ്സൺ എ കൺട്രോവേഴ്സ്യൽ ഫിഗർ? ഈസ് ദ പേഴ്സൺ നോൺ for a political stance? Does the filmmaker have a significant background? അങ്ങനെ അവരെക്കുറിച്ച് നമുക്ക് തോന്നാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ആൻഡ് പിന്നെന്ത് ചെയ്യണം? ഡിവോട്ട് എ പാരഗ്രാഫ് ടു ദ പേഴ്സൺ ബിഹൈൻഡ് ദ മൂവി ആൻഡ് ഹിസ് അതർ വർക്ക്സ് in order to establish the significance of the work you are reviewing for the filmmaker's career. നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി, ഫിലിം മേക്കേഴ്സിന് വേണ്ടി ഒരു പാരഗ്രാഫ് ഡിവോട്ട് ചെയ്ത് വെക്കണം. അവരുടെ ആ മൂവിക്ക് പിന്നിൽ അവരുടെ ഒരുപാട് വലിയ എഫേർട്ട് ഉണ്ടായിരിക്കും. ആ എഫേർട്ടിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങളൊരു പാരഗ്രാഫിനെ ഡിവോട്ട് ചെയ്ത് വെക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ക്രിയേറ്റീവ് എലമെൻറ്റ്സ്. ഫിലിം മേക്കേഴ്സ് വർക്ക് ഹാർഡ് to include creative elements into their motion pictures. നമുക്കറിയാം, ഒരുപാട് ഹാർഡ് വർക്ക്സ് ഒരു ഫിലിം ഇറങ്ങുന്നതിന് ബാക്കിലുണ്ടാവും. ഹൗ ആർ ദീസ് എലമെൻറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ദ പ്ലോട്ട് ആൻഡ് മൂവി ഇൻ ജനറൽ? എങ്ങനെയാണ് ഇതൊക്കെ ജനറലി ഒരു മൂവിയെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്? എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, കോസ്റ്റ്യൂംസ്, ഗുഡ് സൗണ്ട് ഇഫക്ട്സ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ, സിംപൽസ്.
ആൻഡ് ടേക്ക് നോട്ട്സ് ഓഫ് സിമ്പിൾസ് ഇൻ ദ സ്റ്റോറി ഇഫ് എനി. ആ സ്റ്റോറിയിൽ, ആ ഫിലിമിൽ എന്തെങ്കിലും സിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്തു പറഞ്ഞ് അതിനെ അനലൈസ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ആൻഡ് ഫൈനലി the element is actors. It's very important. Let's not forget the casting. Were the actors effective? Did they portray the role of a specific character successfully? എവിടെയാണ് ആക്ടേഴ്സ് ഇഫക്റ്റീവായിട്ട് മാറുന്നത്? സ്പെസിഫിക് ക്യാരക്ടർ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? അവരുടെ ആക്ടിങ് സ്കില്ല് വളരെ ഗുഡാണോ? ഇനി നിങ്ങൾ ആ ഒരു ആക്ടറുടെ പൊസിഷനിലേക്ക് മറ്റൊരാൾ വന്നിരുന്നെങ്കിൽ, മറ്റൊരാളെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് ആ റോൾ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്ടേഴ്സ് എന്നുള്ള പാട്ടിൽ റിവ്യൂ ചെയ്തിരിക്കണം, ക്രിറ്റിക്കലി അനലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അബൌട്ട് റിവ്യൂവിങ് എ ഫിലിം. some standard elements for reviewing a film are the title of the film, summary, director, creative elements and actors. And next one we are going to discuss reviewing a product. റിവ്യൂ നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാറുണ്ട് അല്ലേ? അത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളും പർച്ചേസ് ചെയ്യാറുള്ളത്. ആൻഡ് വൈ ഷുഡ് യു റൈറ്റ് എ പ്രോഡക്റ്റ് റിവ്യൂ? റൈറ്റിംഗ് എ റിവ്യൂ ഓഫ് എ പ്രോഡക്റ്റ് you have purchased and used can be a great way to share useful information with others. അത് തന്നെയാണ് വലിയ കാര്യം. യൂസ്ഫുൾ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് വിൽ പ്രൊമോട്ട് പ്രോഡക്ട്സ് യു ലവ് ഓർ ജസ്റ്റ് ബിൽഡ് യുവർ റൈറ്റിംഗ് പോർട്ട്ഫോളിയോ. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വളരെ വലിയൊരു ഗ്രേറ്റ് വേ തന്നെയാണ് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എഴുതുന്നത് എന്നുള്ളത്. ആൻഡ് one can review almost any product from an electric shaver to a new electric car. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ ഫ്രം ആൻ ഇലക്ട്രിക് ഷേവർ ടു എ ന്യൂ ഇലക്ട്രിക് കാർ, അത് മുതൽ ഇലക്ട്രിക് ഷേവർ മുതൽ ഇലക്ട്രിക് കാർ വരെയുള്ള ഏതൊരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. റൈറ്റ്, മെനി റിവ്യൂസ് യു റീഡ് ഓഫർ only exaggerated praise or bitter criticism and are not useful to an average consumer. പല ക്രിറ്റിസിസവും പല റിവ്യൂസും നിങ്ങൾക്ക് കാണാൻ പറ്റും ബിറ്റർ ക്രിറ്റിസിസം, അതുപോലെ പ്രൈസ് എക്സാജറേറ്റ് ചെയ്തൊക്കെ കാണിക്കാൻ വേണ്ടി. അതൊന്നും ഒരിക്കലും ഒരു ആവറേജ് കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ആവില്ല. ആൻഡ് എ ഗുഡ് പ്രോഡക്റ്റ് റിവ്യൂ എന്തായിരിക്കും എപ്പോഴും? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിസർച്ച് ആൻഡ് നോളജ് ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ബാലൻസ്ഡ് അസസ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആൻഡ് ഫ്ലോസ്. അതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ചും ഡിമെറിറ്റ്സിനെ കുറിച്ചൊക്കെ ബാലൻസ് ആയിട്ട് അസസ്മെൻ്റ് ഉണ്ടായിരിക്കും. ആ പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമായിരിക്കും എപ്പോഴും നല്ല ഒരു റിവ്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് റിവ്യൂ റൈറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഫസ്റ്റ് വൺ, റിസർച്ച് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്യണം. ഇൻ ഓർഡർ ടു ഡെമോൺസ്ട്രേറ്റ് to your readers that your view is reliable, that your review is reliable ആവണമെങ്കിൽ എന്ത് ചെയ്യണം? Make sure you conduct as much research as possible before you begin writing. ആ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കാവുന്നത് അത്രയും റിസർച്ച് നടത്തിയിരിക്കണം. And a thorough knowledge of the product, its evaluation and its competition will allow you to write something approaching an expert review. ഈ കാര്യങ്ങളൊക്കെ, ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള തറവ് ആയിട്ടൊരു നോളജ് ഉണ്ടാവുന്നതും അതിന് മാർക്കറ്റിലുള്ള കോമ്പറ്റീഷനും അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ട് റിവ്യൂ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റീഡ് ദ മാനുഫാക്ചേഴ്സ് വെബ്സൈറ്റ്. അവരുടെ വെബ്സൈറ്റ് നന്നായിട്ട് വായിച്ചിരിക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മേക്ക് ഷുവർ ഓഫ് അവോയ്ഡിങ് പബ്ലിസിറ്റി മെറ്റീരിയൽ റിലീസ്ഡ് ബൈ മാനുഫാക്ചേഴ്സ്. പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അതിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കണം. ഓക്കെ, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാവണം നിങ്ങൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗെറ്റ് ദ പ്രോഡക്റ്റ്. മാനുഫാക്ചേഴ്സ് വെബ്സൈറ്റ് നോക്കിയതിന് ശേഷം ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ബൈയിങ് എ പ്രോഡക്റ്റ് ഫോർ റിവ്യൂ ഇസ് ദ ഈസിയസ്റ്റ് വേ ടു ഗെറ്റ് പ്രിപ്പയർ ഫോർ എ റിവ്യൂ.
ഒരു റിവ്യൂ എഴുതാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു നമ്മളുടെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ച്, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് വെച്ച് റിവ്യൂ ചെയ്യുന്നതും ഒരു സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഗെറ്റ് ദ പ്രോഡക്റ്റ്. നിങ്ങൾ you may able to obtain a product directly from the manufacturer for free if they think you are genuine. നിങ്ങൾ ജെനുവിൻ ആണെന്ന് മാനുഫാക്ചറിന് ഫീൽ ചെയ്യുവാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കും. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യൂസ് ദ പ്രോഡക്റ്റ്. വെറുതെ വാങ്ങിച്ചു വെച്ചാൽ മാത്രം മതിയോ? പോരാ. യൂസിങ് ആൻഡ് ഗെറ്റിംഗ് ടു നോ ദ പ്രോഡക്റ്റ് യു ആർ റിവ്യൂവിങ് ആർ പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് റൈറ്റിംഗ് എ പ്രോഡക്റ്റ് റിവ്യൂ. ഒരു പ്രോഡക്റ്റ് റിവ്യൂ എഴുതാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് യൂസ് ദ പ്രോഡക്റ്റ്. അത് യൂസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ ബെനഫിറ്റ്സ് എന്താണ്, ഡീമെറിറ്റ്സ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഫൈനലി നോ വാട്ട് റീഡേഴ്സ് ആർ ലുക്കിംഗ് ഫോർ. ഒരു റിവ്യൂ എഴുതുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കണം വാട്ട് റീഡേഴ്സ് ആർ ലുക്കിംഗ് ഫോർ. അവർ നോക്കുന്നത് എന്തിനെയാണ്. There are several reasons why potential buyers read product reviews. ഓരോരുത്തരും പ്രോഡക്റ്റ് റിവ്യൂ വായിക്കുന്നത് ഓരോ ആസ്പെക്ട്സിന് വേണ്ടിയായിരിക്കും. ആൻഡ് യു ഷുഡ് തിങ്ക് അബൌട്ട് ദീസ് ആസ് യു റിസർച്ച് ആൻഡ് യൂസ് ദ പ്രോഡക്റ്റ് ബിഫോർ റൈറ്റിംഗ് യുവർ റിവ്യൂ. നിങ്ങൾ റിവ്യൂ എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് പ്രോഡക്റ്റ് റിവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഐ എം റിപ്പീറ്റിംഗ്, പ്രോഡക്റ്റ് റിവ്യൂ will be a great way to share useful information with others, and some important things you do before writing a product review are research the product, read the manufacturer's website, get the product, use the product, and know what readers are looking for. This is all about reviewing a product. പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വായിക്കുന്ന റീഡറിൻ്റെ മനസ്സിൽ പലപ്പോഴും കോമൺ ആയിട്ട് ഉണ്ടാവാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെയാണത്? ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിന് വേണ്ടിയാണ് പലപ്പോഴും പ്രോഡക്റ്റ് റിവ്യൂ നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ഈസ് ദ പ്രോഡക്റ്റ് ഈസി ടു യൂസ്? ഈസ് ഇറ്റ് ഓഫ് എ ഹൈ ക്വാളിറ്റി? ഈസ് ഇറ്റ് സ്യൂട്ടബിൾ ടു സംബഡി ലൈക്ക് മീ? ഹാവ് അതേഴ്സ് ഹാഡ് എ ഗുഡ് എക്സ്പീരിയൻസ് വിത്ത് ദ പ്രോഡക്റ്റ്? What are the pros and cons of the product? What alternatives are available and how do they measure up? Is the product worth my money? ഞാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിൽ ഒതുങ്ങുന്നതാണോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണോ, ഹൈ ക്വാളിറ്റി ഉള്ളതാണോ, എന്നെപ്പോലെ ഒരാൾക്കത് സ്യൂട്ടബിൾ ആയിരിക്കുമോ, ഈ പ്രോഡക്റ്റിന് ഗുഡ് എക്സ്പീരിയൻസ് ആണോ മറ്റുള്ളവർക്കുള്ളത്, ആൻഡ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്, ദെൻ ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഇതേപോലെ പകരമായിട്ട് വെക്കാൻ പറ്റിയ ഏതെങ്കിലും പ്രോഡക്റ്റ് അവൈലബിൾ ആണോ, ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലെ ക്യാഷിൽ ഒതുങ്ങുന്നതാണോ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ തേടിയായിരിക്കും പലപ്പോഴും പ്രോഡക്റ്റ് റിവ്യൂ പല ആളുകളും റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് റിവ്യൂ എഴുതാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനൊരു ഫോമാറ്റ് ഓഫ് ദ റിവ്യൂ. എങ്ങനെയാണ് എഴുതേണ്ടത്? ഫസ്റ്റ്ലി വി ഹാവ് ടു റൈറ്റ് ദ ഇൻട്രോഡക്ഷൻ. എ ഗുഡ് റിവ്യൂ ഇൻട്രോഡക്ഷൻ വിൽ നോട്ട് ഓൺലി ഹുക്ക് ദ റീഡർ ബട്ട് ഓൾസോ പ്രൊവൈഡ് എ ക്ലിയർ പിക്ചർ ഓഫ് ദി പ്രോഡക്റ്റ് അണ്ടർ റിവ്യൂ ആൻഡ് ദ പ്രോഡക്ട്സ് അഡ്വർടൈസ്ഡ് ബെനിഫിറ്റ്സ്. ഒരു നല്ല ഇൻട്രോഡക്ഷൻ എപ്പോഴും ഒരു റീഡറിനെ അവിടെ പിടിച്ചു നിർത്തുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെന്താ, എ ക്ലിയർ പിക്ചർ ഓഫ് ദി പ്രോഡക്റ്റ് അണ്ടർ ദ റിവ്യൂ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് പ്രോഡക്ട്സ് അഡ്വർടൈസ്ഡ് ബെനിഫിറ്റ്സും നമ്മൾ ഇൻട്രോഡക്ഷനിൽ പറയണം. ദെൻ വി ഹാവ് ടു കൺസിഡർ ദ ഫസ്റ്റ് ടൈം യൂസേഴ്സ്. ആദ്യമായിട്ടാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകളുള്ളതെങ്കിൽ അവരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷണാലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ സം ഡീറ്റെയിൽ, ട്രീറ്റിംഗ് ദ പ്രോഡക്റ്റ് ആസ് ഇഫ് ഓൾ ദ ഫീച്ചേഴ്സ് ആർ ന്യൂ. ഈ പുതിയതായിട്ട് വാങ്ങിക്കുന്ന ആളുകൾക്ക് എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ചും അറിയണ്ടാവില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ ഫസ്റ്റ് ടൈം യൂസേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. ദെൻ യു ഹാവ് ടു റൈറ്റ് ഫോർ എക്സ്പീരിയൻസ്ഡ് കൺസ്യൂമേഴ്സ്.
ഫസ്റ്റ് ടൈം യൂസേഴ്സിനെ പരിഗണിച്ച് കഴിഞ്ഞാൽ പിന്നെ കൺസിഡർ ചെയ്യേണ്ടത് എക്സ്പീരിയൻസ് കൺസ്യൂമേഴ്സിനെയാണ്. ഫോക്കസ് ഓൺ ദ ഇവല്യുവേഷൻ ഓഫ് പ്രോഡക്റ്റ് ഫ്രം വൺ മോഡൽ ടു ദ നെക്സ്റ്റ് ആസ് വെൽ ആസ് എനി കോമൺ ഡിഫക്ട്സ് ഓർ പ്രോബ്ലംസ് യൂസേഴ്സ് മേ ഹാവ് എൻകൗണ്ടേർഡ് ഇൻ ദ പാസ്റ്റ്. നിങ്ങൾ എക്സ്പീരിയൻസ് കൺസ്യൂമേഴ്സിന് വേണ്ടി റൈറ്റ് ചെയ്യുമ്പോൾ ഒരു മോഡലിൽ നിന്ന് മറ്റൊരു മോഡലിലേക്ക് മാറിയതിനെക്കുറിച്ചോ ഇല്ലെങ്കിൽ കോമൺ ആയിട്ട് പാസ്റ്റ് ടൈമിൽ എന്തെങ്കിലും ഡിഫക്റ്റോ പ്രോബ്ലംസോ ഒക്കെ ഉണ്ടായിരുന്നതിനെക്കുറിച്ചോ അത് പുതിയ മോഡൽ വന്നപ്പോഴേ ചേഞ്ച് ആയതിനെക്കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് പറയാം. ദെൻ യു ഹാവ് ടു ഡിസ്ക്രൈബ് ദ പ്രോഡക്റ്റ് അണ്ടർ റിവ്യൂ. പ്രൊവൈഡ് ദ റീഡർ വിത്ത് ദ ബേസിക് ഇൻഫർമേഷൻ എ കൺസ്യൂമർ ലൈക്സ് ടു നോ ബിഫോർ ബൈയിങ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ആ കൺസ്യൂമർ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ബി ബാലൻസ്ഡ്. Talk about what you liked and what you don't like about the product. It's very important. The most helpful reviews are those that outline both the pros and cons of a product, while readers will mostly like skip reviews full of effusive praise or bitter criticism. നിങ്ങൾ ഒരു പ്രോഡക്റ്റിനെ റിവ്യൂ ചെയ്യുമ്പോൾ മുഴുവനായിട്ട് അതിൻ്റെ ബിറ്റർ സൈഡ് മാത്രം പറയാതെ പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ ബെനഫിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സിനെ ബാലൻസ് ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഒരുപാട് ബിറ്റർ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ തന്നെ ഔട്ട്ലൈനിൽ പറയുമ്പോൾ നിങ്ങളുടെ റിവ്യൂ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ബി ബാലൻസ്ഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ യു അറൈവ്ഡ് അറ്റ് യുവർ ജഡ്ജ്മെൻറ്റ്സ് and specifically address why you believe certain features are beneficial and why you consider others flaws. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സർട്ടൈൻ ഫീച്ചേഴ്സിൽ എത്തിയതെന്ന്, ഇതിൻ്റെ ബെനഫിഷ്യൽ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ മറ്റുള്ള പ്രോഡക്റ്റിനെയൊക്കെ ഫ്ലോസ് ആയിട്ട് കാണുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പ്രോഡക്ട്സ്. ഡിസ്കസ് ദ പ്രോഡക്റ്റ് അണ്ടർ റിവ്യൂ in light of similar products available to buyers, comparing the pros and cons of each. അതേപോലെയുള്ള സിമിലർ പ്രോഡക്ട്സിനെ കുറിച്ച് നിങ്ങൾ പറയണം, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ റിവ്യൂ സംസാരിക്കാൻ. ഫൈനലി യു ഹാവ് ടു റൈറ്റ് എ കൺക്ലൂഷൻ. എ ഗുഡ് കൺക്ലൂഷൻ വിൽ സമ്മറൈസ് ദ ബെനിഫിറ്റ്സ് ആൻഡ് ഫ്ലോസ് ഓഫ് ദി പ്രോഡക്റ്റ്, ഇവാലുവേറ്റ് വെദർ ദ പ്രോഡക്റ്റ് lives up to the company's marketing, and communicate your opinion on whether the product offers good value. കൺക്ലൂഷനിൽ എപ്പോഴും നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ റിവ്യൂവിൻ്റെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കണം. നിങ്ങളുടെ ഒപ്പീനിയൻ വെദർ ദ പ്രോഡക്റ്റ് ഓഫേഴ്സ് ഗുഡ് വാല്യൂ ആണോ ഈ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നത് എന്നുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ആ കൺക്ലൂഷനിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഫോമാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതോടുകൂടി നമ്മളുടെ റിവ്യൂ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുവാണ്. റിവ്യൂ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി വെൽ. And let me move into the second topic in this session, that is case studies. What are case studies? Obviously, case studies are stories. They present realistic, complex situations often involving a problem. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇൻവോൾവ് ആയിരിക്കുന്ന കോംപ്ലക്സ് സിറ്റുവേഷൻസോ റിയലിസ്റ്റിക് സിറ്റുവേഷൻസിനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കേസ് സ്റ്റഡീസ് യൂസ് ചെയ്യുന്നത്. കേസ് സ്റ്റഡീസ് ഹാവ് ബീൻ യൂസ്ഡ് എസ്പെഷ്യലി ഇൻ ദ ടീച്ചിങ് ഓഫ് മെഡിസിൻ, ലോ ആൻഡ് ബിസിനസ്. ആൻഡ് യു നോ ദേ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ് ആൻഡ് ബിറ്റ്വീൻ അക്കാഡമി ആൻഡ് ദ വർക്ക് പ്ലേസ്. ഈ കേസ് സ്റ്റഡീസ് എപ്പോഴും തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള ദൂരം കുറയ്ക്കുന്നു. ലൈക്ക്വൈസ് അക്കാഡമി ആൻഡ് വർക്ക് പ്ലേസ്, ഇത് തമ്മിലുള്ള അകലം കുറയ്ക്കാൻ കേസ് സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യുന്നു. ദേ ഗിവ് സ്റ്റുഡൻസ് പ്രാക്ടീസ് ഇൻ ഐഡൻറ്റിഫൈയിങ് പ്രോബ്ലംസ്, recognizing and articulating positions, and evaluating courses of action, and arguing different points of view.
എന്തിനൊക്കെയാണ് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ദേ ഗിവ് സ്റ്റുഡൻസ് പ്രാക്ടീസ് ഇൻ ഐഡൻറ്റിഫൈങ് പ്രോബ്ലംസ്. ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ, അതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണെന്ന് കാണാൻ, ഇതിനൊക്കെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത് കേസ് സ്റ്റഡീസാണ്. ആൻഡ് കേസ് സ്റ്റഡീസിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ലെക്ചർ ബേസ്ഡ് ഓർ ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ്സസ്. ലെക്ചർ ബേസ്ഡ്, ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ്സസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് കേസ് സ്റ്റഡീസ് ക്യാൻ ബി റിയൽ വിത്ത് റിയൽ പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ് ഓർ ഇമേജിനറി. ഇമേജിനറി ആവാം, മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വിൽ ബി റിയൽ. And they provide all the relevant data students need to discuss and resolve the issue. സ്റ്റുഡൻസിന് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനും അതിനെ റിസോൾവ് ചെയ്യാനും ആവശ്യമായ എല്ലാ റെലവൻറ്റ് ഡാറ്റയും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് ദ സ്റ്റുഡൻസ് ലേൺ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് ദി പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൻ്റെ തന്നെ പല കാര്യകാരണങ്ങളും മനസ്സിലാക്കുന്നുണ്ട് കുട്ടികൾ. They can make the students suggest solutions to the problem or simply identify the parameters of the problem. എപ്പോഴും കേസ് സ്റ്റഡീസ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആ പ്രോബ്ലത്തിന് ആവശ്യമായ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയും യൂസേജസ് ഒക്കെ കേസ് സ്റ്റഡികൾ, ഇത്രയും യൂസസ് ഒക്കെ കേസ് സ്റ്റഡി കൊണ്ടുള്ളതാണ്. ഓക്കെ. Then, there are 6 steps are involved in case studies. First, take time to read and think about the case. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താ? Take time to read and think about the case. And next one, get some guidelines for how to approach it. നിങ്ങൾ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച്, ഒരു കേസിനെ കുറിച്ച് പഠിക്കുന്നു, അതിനെ വായിക്കുന്നു, ചിന്തിക്കുന്നു. അതിനുശേഷം എങ്ങനെ ഞാനിതിനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള ഗൈഡ് ലൈൻസ് നിങ്ങൾ അവൈലബിൾ ആക്കുക. ദെൻ പ്രിഫറബിളി വർക്ക് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് മേക്സ് ഷുവർ എവ്രി വൺ ഈസ് ഇൻവോൾവ്ഡ്. ദെൻ നിങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗ്രൂപ്പിൽ എല്ലാവരുടെയും പാർട്ടിസിപ്പൻസോട് കൂടി നിങ്ങൾ ഈ കേസിനെ ഡിസ്കസ് ചെയ്യും. പ്രസൻറ്റ് സൊല്യൂഷൻസ് ഓർ റീസണിങ്. നിങ്ങളുടെ പ്രോബ്ലത്തിന് ആവശ്യമായ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ റീസണിങ് എന്തൊക്കെയാണ് എന്നുള്ളത് ഗ്രൂപ്പിൽ മൊത്തമായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ഗൈഡ് ദ ഡിസ്കഷൻ. ആസ് ദ ഡിസ്കഷൻ പ്രൊസീഡ്സ് റൈസ് ക്വസ്റ്റ്യൻസ് ദറ്റ് കോൾ ഫോർ ദി അസംഷൻസ്, ക്ലെയിംസ് ആൻഡ് ഇലസ്ട്രേഷൻസ് ബൈ ദ പാർട്ടിസിപ്പൻസ്. നിങ്ങളുടെ റീസണിങ്ങും സൊല്യൂഷൻസും എല്ലാം നിങ്ങൾ ഗ്രൂപ്പിൽ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഡിസ്കഷൻ ഓൺഗോയിങ് ആയിരിക്കും. ആ ഡിസ്കഷൻ നടക്കുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നിങ്ങളുടെ അസംഷൻസ്, നിങ്ങളുടെ എക്സാമ്പിൾസ്, ബാക്കിയുള്ള കുട്ടികൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്ലെയിംസും എക്സാമ്പിൾസും അനാലിസിസും എല്ലാ പാർട്ടിസിപ്പൻസും പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം നിങ്ങൾ മുഖവിലക്കെടുക്കുക. ഫൈനലി സിന്തസൈസ് ദ ഇഷ്യൂസ് റൈസ്ഡ്. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് സമ്മറൈസ് ചെയ്തിട്ട് ആ കേസ് സ്റ്റഡി, അതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്രോബ്ലം, മെയിൻലി ഒരു പ്രോബ്ലം ഇൻവോൾവ് ആയിരിക്കും. ആ പ്രോബ്ലത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി, അതിനെക്കുറിച്ച് പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്തിരിക്കണം. ദെൻ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പ്രോബബ്ലി ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഗ്രൂപ്പായി ഡിസ്കഷൻ നടന്നതിന് ശേഷം എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും അനുമാനങ്ങളും നിങ്ങളുടെ അനാലിസിസും എല്ലാം കൂടെ ഉൾപ്പെടുത്തി അവസാനം അതിന് ആ കേസ് സ്റ്റഡിക്ക് ആവശ്യമായ റെമഡി എന്താണ്, ആ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ആദ്യം മുതൽ അവസാനം വരെ സമ്മറൈസ് ചെയ്ത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. റൈറ്റ്. ഇത്രയുമാണ് ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് about reviews and case studies. And I think every one of you get understood very well, and we will meet again soon with the next session of this chapter. Until then, bye-bye.